ഹലോ, ഞാനും പേളി മണിയുടെ മുട്ടച്ചുരുട്ട് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് പരിപ്പും തക്കാളിയും സവോളയും കൂടെ കുക്കറിൽ വേകാൻ വെച്ചു. എന്നിട്ട് വറക്കാനായിട്ട് പെരുംജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി. ഞാനിവിടെ മല്ലിപ്പൊടിക്ക് പകരം മല്ലി ഹോളെടുത്തു. ചുവന്ന മുളകും എടുത്തു. മുളക് പൊടി എടുക്കാതെ ചുവന്ന മുളക് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തു. കാശ്മീർ ചില്ലിയും നമ്മുടെ വറ്റൽ മുളകും കൂടെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കളറും ഉണ്ടാവും, എരിവും ഉണ്ടാവുമല്ലോ വിചാരിച്ചു. അങ്ങനെ ഒരു 8 ചെറിയ ഉള്ളിയും 5 വെളുത്തുള്ളിയല്ലേ, അത് ചെറുതായിട്ടാണ് ഞാൻ എടുത്തത്. ഇതുപോലെ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ റൈസ് ബ്രാൻഡ് ഓയിൽ വാങ്ങിയിട്ട് വന്നു. അത് ഉപയോഗിക്കുക. ഞാൻ എവിടെ പോയപ്പോഴാണ് വാങ്ങിയത്? ഞാൻ അഞ്ചുമൂർത്തി അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഓർഗാനിക് റൈസ് ബ്രാൻഡ് ഓയിൽ കണ്ടു. അപ്പോൾ അത് നല്ലതാണെന്ന് ശ്യാം തിരുമേനി പറഞ്ഞു. അങ്ങനെ ഞാൻ റൈസ് ബ്രാൻഡ് ഓയിൽ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ പേളിമാണിയുടെ മുട്ടക്കറിയിൽ പേളിമാണി ഉപയോഗിച്ച അതേ റൈസ് ബ്രാൻഡ് ഓയിൽ തന്നെ ഞാനും ഉപയോഗിച്ചിട്ടുണ്ട്. വൺ തിങ് എനിക്ക് മിസ്സായത് മല്ലിയില ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഫ്രിഡ്ജ് തപ്പിയപ്പോൾ മല്ലിയില ഇല്ല. അങ്ങനെ അത് നല്ലോണം ചുമക്ക വറുത്ത് വെച്ച ശേഷം മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് 4 മുട്ട എടുത്തത്. 2 ചെറിയ സവോളയും ചെറുതായിട്ട് കട്ട് ചെയ്തു. കുരുമുളക് പൊടിയിട്ടു. ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഫോർക്ക് കൊണ്ട് നന്നായിട്ട് നല്ലോണം മിക്സ് ചെയ്തു. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് അത് ചുരുട്ടി ഉണ്ടാക്കാം. പിന്നെ വറുപ്പ് റെഡിയായി, വേവിച്ചതും റെഡിയായി. ഇനി ദോശക്കല്ല് വെച്ചിട്ട് നമുക്ക് മുട്ടച്ചുരുട്ട് ഉണ്ടാക്കാം. ഓംലെറ്റ് തന്നെ ഇതിൻ്റെ പേര്, മുട്ടച്ചുരുട്ട് എന്നാണ്. ഒരു ഓംലെറ്റ്, മിനി ഓംലെറ്റ്. അങ്ങനെ അതിന് ഇടയ്ക്ക് മിക്സ് ചെയ്ത് എന്നിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അത് തിളയ്ക്കാൻ വെച്ച ശേഷം നമുക്കതിൻ്റെ അരപ്പൊക്കെ ഒഴിച്ച്, അരപ്പ് ആദ്യം ഒഴിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ വീഡിയോ പ്രസ് ചെയ്തില്ല. അപ്പോൾ അരപ്പ് ഒഴിച്ചു. കല്ല് ചൂടായിട്ട് നമുക്കതിൽ മുട്ട ഒഴിക്കാം. നൈസായിട്ട് തന്നെയാണ് പരത്തിയിട്ട് ഓംലെറ്റ് പോലെ അങ്ങനെ ഉണ്ടാക്കി. എന്നിട്ട് അതിനെ ചുരുട്ടി മടക്കി ചുരുട്ടി കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാനുണ്ടല്ലോ ഇങ്ങനെ മുട്ട ഇങ്ങനെ എടുക്കണതിന് ഇതിനേക്കാൾ എളുപ്പത്തിൽ, പക്ഷേ അതിൽ പരിപ്പിട്ട് ഇതിൽ പേളിമണിയുടെ ഈ മുട്ടച്ചുരുട്ട് കറിയിൽ എനിക്ക് വ്യത്യാസം തോന്നിയതെന്ന് വെച്ചാൽ അതിൽ ഈ പരിപ്പും തക്കാളിയും സവോളയും ഇട്ട് വേവിക്കുന്ന ആ ഒരു സംഭവമായിരുന്നു എനിക്ക് പുതിയതായിട്ട് തോന്നിയത്. അത് ഇന്നേ വരെ ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. ഇതിന് ഈ ചുരുട്ടുണ്ടാക്കുന്നതിന് പകരം ഞാൻ ഉണ്ണിയപ്പക്കാരയിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അത് ഞാനൊരു ദിവസം കാണിക്കാം. പക്ഷെ അതിന് പരിപ്പും തക്കാളിയൊന്നുമില്ല. തിളച്ചു, നമ്മുടെ കറി തിളച്ചിട്ട് ഇതിലെനിക്ക് 3 ഓംലെറ്റ് കിട്ടി. അതിനെയൊക്കെ കട്ട് ചെയ്തു. ഇനി നന്നായിട്ട് തിളച്ച ശേഷം ഇതിനെ നമുക്ക് ചുരുട്ടിടാം. എല്ലാം കട്ട് ചെയ്ത് വെച്ചു. കട്ട് ചെയ്തിട്ട് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. കറിയിലോട്ട് കൊടുത്ത് കടുകും വറുത്തിട്ട് ഞാനിന്ന് ചോറിനോടല്ല ഉപയോഗിക്കാൻ പോകുന്നത്. ചപ്പാത്തിയാണ്, ഉച്ചയ്ക്ക് ചപ്പാത്തി. അപ്പോൾ ചപ്പാത്തിയും മുട്ടച്ചുരുട്ട് കറിയും എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഏകദേശം ഇപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കിയിരിക്കും. അത്രയ്ക്ക് നല്ല ഒരു വീഡിയോ ആയിരുന്നു പേളിമാണിയുടെ കാണാൻ. നല്ല ക്ലിയർ. പേളിമാണിയുടെ അമ്മയുടെ അച്ഛൻ്റെ ഫേവറേറ്റ് മുട്ടച്ചുരുട്ട് കറി ഞാനും ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കൂ. താങ്ക് യു. സെയിം ഭംഗിയൊക്കെ അല്ലേ?
അതും അടിപൊളി. ഇനി കഴിച്ചു നോക്കട്ടെ.